കൂടിവരവ് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കിടന്നവരെ ആഗ്രഹിക്കുന്നവരെ കർത്താവ് എത്ര വേഗം കൂട്ടിവരുത്തേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം ദൈവനാമത്തിന് കാരണമായി തീരേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തുറന്നു നടക്കുന്ന എല്ലാ കാര്യാദികളും അതിന്മേലെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവെ അവിടെ നടിയുടെ പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പാട്ടുകളെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതിനായി കൊയർ ടീമിനെ മുമ്പോട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. അപ്പൊ ഈ സമയത്ത് ദൈവത്തിന് നമ്മൾ കൂടി വരുന്ന കർത്താവ് കൃപയെ തുറന്നു നന്ദി സ്തോത്രം. നമ്മളെ നടത്തിയ ഓരോ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ പേർക്ക് ഈ സാധ്യതയോടെ ദൈവസന്നിധി കടന്നു ദൈവത്തെ ആരാധിക്കാൻ കഴിയാതിരുന്നപ്പോൾ ദൈവമായ കർത്താവ് ഈ സമയത്ത് നമ്മളെ കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ മഹാരേഖയായി നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ വാഴ്ത്തി നമസ്കരിക്കാം. നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമാക്കാതെ വേണം. ഇന്ന് വലിയ സമയത്ത് നമ്മൾ ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ, സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ദൈവസന്നിധി നമുക്ക് ആരാധിച്ച് ദൈവസന്നിധി നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളോട് ചേർന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവം ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. എനിക്കൊത്താശ ഒരു പർവ്വം പാട്ട് പാടുന്നു. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും I
ശക്തമായി ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം അതേ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ ദൈവം കൃപ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. വലിയൊരു കൊള്ള കിട്ടിയ കണ്ടു കിട്ടിയ അനുഭവത്തോടെ വളരെ വലിയ സന്തോഷത്തോടെ ആത്മാവിന്റെ നിറവോടെ നമുക്ക് ഓരോരുത്തർക്കും ഭവനത്തിൽ കടന്നു പോകണം. വലിയ സാന്നിധ്യം ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ പകരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായി സഹോദരിമാരിൽ നിന്ന് രണ്ടുപേർ ഇപ്പോൾ ദൈവത്തിൽ പ്രാർത്ഥിക്കും. സന്തോഷത്തോടെ കടക്കുവാന് കർത്താവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. യാത്രയിലായിരിക്കുന്നതിന്റെ ശബ്ദത്തോടെ കുട്ടിവെത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ തീർക്കണമെന്നാണ് അതിനെല്ലാം നമ്മുടെ കരങ്ങളിലേക്കോട് നേരിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. സംസാരിക്കണമേ, ശുശ്രൂഷണമേ, പ്രാർത്ഥനയിൽ പോരാടുവാൻ കാലം ഞങ്ങളെ സഹായിക്കുവാനാകണമേ കർത്താവേ. ഞങ്ങൾ കൂടി വന്നത് വരെ ഒരു ചടങ്ങിനല്ല കർത്താവേ, വാസ്തവമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോട് ഇടപെടുവാനുള്ള വലിയ സന്തോഷത്തോടെ ഞങ്ങൾക്ക് മടങ്ങി പോകുവാൻ ഇടയാക്കി തീർക്കണം കർത്താവേ. ആത്മാവിന് വലിയ സാന്നിധ്യം ഓരോരുത്തരും അനുഭവിക്കാൻ ഇടയാക്കി തീർക്കണമേ കർത്താവേ. ദൈവകാര്യങ്ങളിൽ സമസ്താരങ്ങളെ സമർപ്പിക്കുന്നു. ആഗ്രഹിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. കുയിൽ ഒരു വീടും ഇവൻ പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവയെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കം വരുത്തിയില്ല എന്ന് വചനം പഠിപ്പിക്കുന്ന പോലെ നമുക്ക് നമ്മെ ഇത്രത്തോളം നടത്തി നമ്മെ പരിപാലിച്ച നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ടതായിട്ടുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയായി ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ കടന്നു വരുവാനായി ദൈവം തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. प्रार्थना के द्वारा और एक बार एकत्रित होने के लिए परमेश्वर ने दिया हुआ इस सुंदर समय के लिए मैं परमेश्वर को धन्यवाद देता हूँ. ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുന്നതായ അത്ഭുതങ്ങൾക്കായി ദൈവത്തിന് എത്ര സ്തുതി പറഞ്ഞാലും മതി വരികയില്ല. परमेश्वर ने हमारा बीच में किया हुआ अजब बातों को याद करते हुए कितना भी स्तुति करे तो भी वो ज्यादा नहीं होगा. आज शायद मेला में ये आंसू बहाने की अनुभव हमारा जीवन में होना चाहिए. വരുന്നതായ ആപത്തുനിന്നും അപകടവേളയിൽ നിന്നും ഡേഞ്ചേഴ്സ് നിന്നും രക്ഷപ്പെടാനായി നമുക്ക് അവർക്ക് വേണ്ടി हमारे परमेश्वर की दास लोग के जीवन में होने वाला खतरा से घटनाओं से बचाने के लिए वो आंसू एक आशीष का कारण बने. എല്ലാവരും ഇരിക്കുന്ന അവരെ തന്നെ ഒന്ന് സമർപ്പിക്കുക. आप जो जगह में बैठ रहे हैं वही समय अपने आप को समर्पण करें. ഇവിടെ ഞാനല്ല പ്രേയർ നടത്തുന്നത്. मैं प्रेयर करने वाला मैं नहीं है. നമ്മൾ ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. सब मिलकर प्रेयर करता है. ഒന്നിച്ച് വരിക, നമുക്ക് അവന്റെ നാമത്തെ ഉയർത്താം. ये साथ में आके परमेश्वर के नाम को ऊंचा करें. നമുക്ക് ഏക ഹൃദയത്തോടെ ഏകാത്മാവിൽ നമ്മുടെ വിഷയങ്ങളെ ചുമന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ ചെല്ലാം. एक चित्त होकर एक मन होकर परमेश्वर को उसी विषय करके അവൻ ആകാശത്തെ മേഘം കൊണ്ട് നിറയ്ക്കുന്നു. जो आकाश को जो
बादलों से भरने वाला परमेश्वर, ഭൂമിയെ മഴയ്ക്കായി ഒരുക്കുന്നു. जो पृथ्वी को जो बारिश के लिए तैयारी करने वाला है, അവിടെ പുല്ലും മുളയും മുളയ്ക്കുന്നു. उधर जो झाड़ तो उत्पन्न हो जाता है। ദാസന്മാരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. परमेश्वर का दास लोग का पारिवारिक जीवन आशीष का कार्य അവർ करे। താമസിക്കുന്നതായ റെസിഡൻസിൽ ദൈവത്തിന്റെ ദൂതന്മാരെ കൂടെ കാവൽ ചെയ്യും. परमेश्वर का दास लोग जो रहता है वो जगह में परमेश्वर की दूत गणों से जो भरने के लिए हम प्रार्थना करें। അവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ദുഷ്ടന്റെ ദൃഷ്ടി അവരുടെ മേൽ പതിക്കരുത്. परमेश्वर की दास लोग जब सफर करते समय में कोई भी दुष्ट का दृष्टि उन लोगों को ऊपर ना होने के നമ്മുടെ लिए 12 കഥാദാസന്മാരെയും അവരുടെ കുടുംബജീവിതത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. हमारे जो 12 पास्टर्स लोग हैं और परिवार लोगों के लिए हम प्रार्थना करें। ഞങ്ങളുടെ ദാസി പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. അടിയന്റെ കർത്താവേ 12 സഭകളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ സഭയുടെയും കർത്താവേ സ്തോത്രം. ആത്മീയമായ വിഷയങ്ങളെ ആമേൻ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ ദൈവസഭയുടെ ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ അനേക ജീവിതങ്ങളിലെ ദിവസങ്ങൾ കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ആമേൻ സ്തോത്രം കർത്താവേ. ആമേൻ അടിയുടെ ഓരോ സഭയുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ നാഥന്റെ കരങ്ങളിലേക്ക് ദൈവസഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ സ്തോത്രം. പുതിയ കുടുംബങ്ങൾ കർത്താവിനെ അറിയുവാൻ, പുതിയ വ്യക്തി ജീവിതങ്ങൾ കർത്താവിനെ അറിയുവാൻ, സ്നാന ശുശ്രൂഷകൾ നടക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഓരോ സഭകളിലും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടം ഓരോ സഭകളിലും നടക്കുവാൻ ദൈവശക്തിയാൽ ഓരോ ജീവിതങ്ങളിലും കർത്താവെ നിറയുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിനാൽ കർത്താവേ സ്തോത്രം ചെയ്യാം. परमेश्वर को धन्यवाद करें। അവരുടെ വിദ്യാഭ്യാസത്തിലോ അവരുടെ സമ്പത്തിലോ അവരെ ആശ്രയിക്കാൻ കർത്താവേ. അവരെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിലെ തലമുറയുടെ നടുവിൽ കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടുവാൻ യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുക. അവർ കഴിവുള്ളവരെ പോലെ ചിലവഴിച്ചുവായിരുന്നത് അങ്ങയുടെ വശമാകിയാൽ ഈ അന്ത്യകാലത്ത് കർത്താവേ അന്ത്യകാല നിക്ഷേപത്തിന് വേണ്ടി ഞങ്ങളുടെ തലമുറകളെ വേദനിക്കണമേ. ഈ വരയുടെ രക്ഷകനായ ഞങ്ങളുടെ കർത്താവ് ബാല്യക്കാർക്കായി കുമാരക്കാർക്കായി യൗവനക്കാർക്കായി എല്ലാം സ്തോത്രം ചെയ്യുന്നതാവേ. ഓരോ ഘട്ടങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ ജീവിതം കോളേജ് ജീവിതം ഒക്കെ കർത്താവിനെ ഏൽപ്പിക്കുന്നു കർത്താവേ. അവർ എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഓരോ കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം മുൻപോട്ട് അവർ എന്ത് പഠിക്കണമെന്ന് കർത്താവേ ഞങ്ങളുടെ ആലോചന പ്രകാരം മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വന്തം വിവേകത്തിലൂന്നാത് പോയി ആശ്രയിച്ച് കർത്താവേ അപ്പൊ ആ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും സ്വർഗത്തിലെ ദൈവത്യാഗം പ്രാർത്ഥിക്കുന്നു. प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया 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 हालेलुया। അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നതായ കർത്താവ് അവിടുന്ന് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മോഹൻ കർത്താവേ. ഹല്ലേലൂയ. മറ്റു കർത്താവേ. ഹല്ലേലൂയ. വിരോധത്താൽ ഭാരപ്പെടുന്നവരോട് കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവേ. ശരീരവേദനകളിലെ കർത്താവേ. ഹല്ലേലൂയ. ശൂന്യ സുൽത്താന് വിപണ സുൽത്താൻ ഒക്കെ കർത്താവേ പലതുമായ ഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നവരോട് കർത്താവേ. ഹല്ലേലൂയ. അവർക്കെല്ലാം കർത്താവ് പൂർണ്ണ സൗഖ്യം ലഭിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ നാമം മഹിമപ്പെടുവാനോട് നിരയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. प्रभु हमारे भारत देश को प्रभु जी कोई मनुष्य नहीं प्रभु आप चलाए प्रभु आपका अनुग्रह होने पाए प्रभु जी धन्यवाद देते प्रभु जी जितने भी अधिकारी लोग हैं प्रभु जी हर एक अधिकारी पर प्रभु जी आप अनुग्रह करें प्रभु ऐसी प्रार्थना करती हूँ धन्यवाद देती हूँ प्रभु जी प्रार्थना करती हूँ प्रभु जी हर एक व्यक्ति पर प्रभु अनुग्रह करे धन्यवाद देते प्रभु जी आपने हमारी छोटी सी विनती प्रार्थना को सुना इसके लिए धन्यवाद हमारा स्वर्गीय पिता परमेश्वर सुंदर वक्त के लिए धन्यवाद और स्तुति करता हूँ। वचन संगीता इस प्रकार बताता है जो परमेश्वर हमारा प्रार्थना सुना है इसलिए हम परमेश्वर को प्रेम करता है। पिछले जो मीटिंग में हमने रखा हुआ प्रार्थना चेन प्रेयर का द्वारा जो विषयों को बताया उस विषय लेकर बहनों की प्रार्थना परमेश्वर सुना है इसलिए हम धन्यवाद करते हैं परमेश्वर। जो कुछ भी विषय अभी जो बताया है विश्वास का साथ एक चित्त एक मन होकर हम प्रार्थना किया है परमेश्वर कनिष्ठ की प्रभावशाली प्रार्थना सुनने वाला है इसलिए धन्यवाद करता है। अगुवाई के साथ जो बड़े बड़े बोझ के साथ जो लेडी सेक्सुअल डिपार्टमेंट ने जो तैयारी किया हुआ इस प्रेयर रिक्वेस्ट में जो परमेश्वर की दासी ने जो बताया हुआ सारे बातों के लिए हम धन्यवाद करता है। जो हर एक विषय के ऊपर आपने सुनकर उत्तर देने वाला है इसलिए हम धन्यवाद करते हैं परमेश्वर। നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു പാട്ട് പാടുകയും അപ്പോൾ
हम गाए हो सना तू राजाओं का राजा, तेरी महिमा हो रे सदा, तू है प्रभु हमारा खुदा। हम गाए हो सना तू राजाओं का राजा, तेरी महिमा हो रे सदा, तू है प्रभु हमारा खुदा। प्यारे पिता, अभी किया हुआ उसके लिए हम धन्यवाद देते हैं। सभी आमीन आशीष के कारण होने के लिए कृपा कीजिए। आप बढ़ाया सबको आपके हाथों में आशीष दीजिए। विशेष करके आमीन की वचन की सेवकाई के लिए धन्यवाद देते हैं। तेरे दास को बलवंत कर पवित्र वचन की सेवकाई हमारा जीवन में आशीष के कारण होने के लिए मिलकर हम प्रार्थना करते हैं। നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് പറയുന്നത്. और हम सब जानते हैं प्रेरित यूहन्ना को प्रेम की प्रेरित करके कहलाते हैं। കർത്താവ് യേശുക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കാം അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു. പൗലോസ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ पहला कोरिन्थियर 13 अध्याय है എഴുതി വെച്ചിരിക്കുന്ന സ്നേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വായിച്ചപ്പോ और जो वहाँ पर जो प्रेम के बारे में लिखा गया बातों के बारे में जो पढ़ते समय ഞാൻ ചിന്തിച്ചു വളരെ ഗഹനമേറിയ വളരെ ആഴമേറിയ അർത്ഥങ്ങളാണ് അവിടെ സ്നേഹത്തെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ പേര് ലഭിക്കാൻ ജ്ഞാനികളുടെ അപ്പോസ്തലന് മാത്രം പേര് ലഭിച്ചതെന്ന് ഞാൻ ചിന്തിപ്പാറുണ്ട്. യോഹന്നാന്റെ പുസ്തകങ്ങളിൽ 110 പ്രാവശ്യമാണ് എനിക്ക് स्नेह എന്നുള്ള വാക്ക് കാണാൻ കഴിഞ്ഞത്. और यूहन्ना की पुस्तक में लगभग 110 बार जो है प्रेम के शब्द को मैंने ढूंढकर निकाली है. യോഹന്നാന്റെ പുസ്തകങ്ങളില് സ്നേഹത്തെ പറ്റി പറയുന്നത് മെയിൻ ആയിട്ട് 3:16 തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. यूहन्ना की पुस्तक में जो है सबसे मुख्य रीति में हम देख सकते हैं कि 3रा अध्याय में इस प्रकार बताते हैं कि जो है अपने एकलौता पुत्र को उन्होंने परमेश्वर ने जगत को दिया ताकि उन पर जो भी विश्वास करे वो नाश ना हो परंतु अनंत जीवन को प्राप्त करे. അത് ബൈബിളിലെ വലിയൊരു കീ വാക്യം എന്ന് പറയത്തക്ക രീതിയിലുള്ള മെയിൻ വാക്യമായിട്ട് നമുക്ക് കാണാം. और इस वाक्य को परमेश्वर की कलाम के एक नींवधारी वाक्य के तौर पर हम समझ सकते हैं. എന്നാൽ ഈ പൗലോസ് എഴുതിയിരിക്കുന്നതില് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം അറിയുന്നു എന്ന് പറയുന്നുണ്ട്. और प्रेरित पौलुस इस प्रकार बताते हैं कि परमेश्वर की प्रेम जो हमें दिया गया है पवित्र आत्मा के द्वारा हम उसे जान पाते हैं, पहचान पाते हैं. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. और परमेश्वर को जो प्रेम करते हैं और परमेश्वर की योजना के अनुसार जिसे बुलाया गया है उन्हें तमाम बातें उनकी भलाई के लिए और आशीष के लिए दिया जाते हैं. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിടിക്കുന്നത് ആര്? और मसीह की प्रेम से हमें कौन अलग कर पाएंगे? സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ अगर अपने भाई से प्रेम ना करें വ്യസനിപ്പിച്ചാൽ ഈ സ്നേഹത്തിൽ നടക്കുന്നില്ല. और जो है वो प्रेम में नहीं चलते हैं നീ ഇരുട്ടിൽ നടക്കുന്നു. और तू अंधेरा में अंधकार में चलते हैं. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. और जो है आपकी प्रेम के अंदर कोई खोट नहीं होना है. സ്നേഹം ആത്മീയ വർധന വരുത്തും. और प्रेम आपको आत्मिक रीति से बढ़ोतरी देना है, जागरूक करना है. അതിലെ 13-ാം അധ്യായത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 13 अध्याय से कुछ बातों को आपके सामने रखना चाहता हूं. 15 കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. वहाँ पर लगभग 15 बातों को बताया गया है. ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹ ദീർഘമായി ക്ഷമിക്കുന്നു, और जो प्रेम जो है हमसे क्षमा करते हैं, हमें क्षमा करते हैं और हमारी और दया करते हैं. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, और जो है प्रेम काटना नहीं देते हैं നിഗളിക്കുന്നില്ല, और वो गर्वी नहीं होते हैं ചീർക്കുന്നില്ല, और घमंडी नहीं होते हैं അയോഗ്യമായി നടക്കുന്നില്ല, और गलत कार्य गलत चाल चलन नहीं करते हैं സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, और स्वार्थ रीति से विचार नहीं करते हैं ദേഷ്യപ്പെടുന്നില്ല. और क्रोधित नहीं होते. ദേഷ്യം സാധാരണ എല്ലാവർക്കും ആദേശമല്ല. നമ്മളെങ്ങനെ പ്രൊവോക്ക് ചെയ്താലും ദേഷ്യപ്പെടാത്ത ഒരു അനുഭവത്തെയാണ് यहाँ पर जो प्रेम की बातों को जब बताया गया है कि वो चाहे हमें कितना भी प्रोत्साहित करने की कोशिश करे, हमें कितना भी जो है इस प्रकार जो है क्रोधित होने की मौका भी दे दे तो भी हम क्रोधित होने से इनकार कर देने की भावना है. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്ന സ്നേഹം, और अपने मित्रों के लिए अपने प्राण को कुर्बान करने वाली एक प्रेम, ഇതിന്റെ പേരാണ് അഗാപ്പെ എന്നുള്ള സ്നേഹം. और इस प्रेम को अगापे करके जो बताया जाता है. ഈ സ്നേഹത്തിന് നമ്മുടെ ദൈവ സ്നേഹമാണ് അഗാപ്പെ. और परमेश्वर का प्रेम है अगापे. എന്നാൽ മനുഷ്യരിൽ 3 തരത്തിലുള്ള സ്നേഹം നമുക്ക് കാണാൻ പറ്റും. पर मनुष्य में 3 प्रकार के प्रेम पाए जाते हैं. എന്റേതെല്ലാം
നിന്റേതാണ്, നിന്റേതല്ല എന്റേതാണ്. और जो कुछ तेरा है, जो कुछ मेरा है वो तेरा है, और जो कुछ तेरा है वो मेरा है. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ എന്നെ സ്നേഹിക്കും. अगर तुम मुझसे प्रेम करे तो मैं तुझसे प्रेम करूंगा. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഭൂരിപക്ഷം പേര് അങ്ങനെയാണ്. और जो बहुमत लोग उस प्रकार प्रेम करते हैं. അടുത്ത ഗ്രൂപ്പാണ് നിന്റേതല്ല നിന്റേത്, എന്റേതല്ല എന്റേത്. और दूसरा एक झुंड इस प्रकार होता है कि जो कुछ तेरा है वो तेरा है, और जो मेरा है वो मेरा है. അവർക്ക് ആരുടെയും സ്നേഹം വേണ്ട, അവർ ആർക്കും കൊടുക്കത്തില്ല. और उन्हें किसी का प्रेम की जरूरत नहीं, और वो उनका प्रेम किसी से बांटना भी नहीं चाहते. പിന്നെ ഒരു ഗ്രൂപ്പാണ് നിന്റേതല്ല എന്റേത്, ഡേഞ്ചറാണ്. നിന്റേതല്ല എന്റേത്, എന്റേതല്ല എന്റേത്. और दूसरा एक झुंड है कि तेरा जो कुछ मेरा है, और जो कुछ मेरा है वो मेरा ही है. സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ്. സ്നേഹം പറയാൻ പറ്റില്ല. और इसे प्रेम करके हम बोल नहीं पाएंगे, ये काफी स्वार्थी स्वभाव है. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാല് पर परमेश्वर का जो प्रेम जो है, നിന്റേതല്ല നിന്റേത്, और जो कुछ तेरा है वो तो तेरा ही है, എന്റേതല്ല നിന്റേത്. और जो कुछ मेरा है वो भी तेरा है. ആ സ്നേഹം और वो प्रेम, നമ്മുടെ സഭകളിൽ എല്ലാവരിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ, और उस प्रकार की परमेश्वर एक ईश्वरीय प्रेम हमारे कलीसिया में तमाम लोगों के जीवन से अगर प्रकट हो, നമുക്ക് തമ്മിൽ ഒരു ഐക്യത ഉണ്ടാകും. और हमारे बीच में एक एकता होगा, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. और उसके द्वारा परमेश्वर की पवित्र आत्मा हमारे बीच में कार्य करता है. അവിടെ ആത്മാക്കൾ കടന്നു. और जरूर रीति से उस कलीसिया के अंदर नए आत्मा आए. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഒരു ആർദ്രതയുള്ളവരായിരുന്നു നിങ്ങളുടെ അടുക്കൽ. और जो प्रेरित पौलुस भी इस प्रकार बताते हैं कि मैं बड़ा इच्छापूर्ण थे आपके सामने. അങ്ങനെ നമ്മൾ ആ ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഈ ദേശത്ത് സംഭവിക്കേണ്ടതായി. और उस प्रकार की एक प्रेम की मनोभावना हमारे जीवन में है तो जरूर हमारे इस देश में कलीसिया में एक बड़े बेदारी, एक बड़े बदलावट को हम देख पाएंगे. എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം, കാൽവരി ക്രൂശിങ്കൽ. എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം, കാൽവരി ക്രൂശിങ്കൽ. നൊന്തു പിടഞ്ഞതോ പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിനായി. നൊന്തു പിടഞ്ഞതോ പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിനായി. ചങ്കു പിളർന്നതാടേ നിനക്കവൻ തന്നിൽ തന്നതാടേ. നമ്മൾ കൂടി വന്ന സമയം മുതൽ ഇതുവരെ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ വിഷയങ്ങളെ ഒക്കെ സ്വർഗത്തിലെ ദൈവത്തോട് അറിയിക്കുവാനും ദൈവം കൃപ തന്നു, അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വാസമുള്ള ഒരു കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അവസാനമായിട്ട് സ്നേഹത്തെ കുറിച്ച് നല്ലൊരു എന്താ പറയേണ്ട ഒരു മെസ്സേജ് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. ഞാൻ ഇനി പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. എങ്കിലും നമ്മുടെ സ്വയം ശോധനയ്ക്ക് വേണ്ടി ഒരു വാക്യം ഞാൻ ഓർപ്പിക്കുകയാണ്. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ലാസ്റ്റ് 21-ാമത്തെ അധ്യായത്തിൽ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നത്? और प्रेरित पत्रोस से जो है परमेश्वर प्रभु यीशु मसीह एक सवाल करते सबसे आखिरी में, और हम सब जानते क्या वो सवाल. നമ്മൾ പറയും 3 പ്രാവശ്യം തള്ളി പറഞ്ഞത് കൊണ്ട് 3 പ്രാവശ്യം കർത്താവ് അവനെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ചു എന്നൊക്കെ പറയും. എന്നാൽ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു, പത്രോസേ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. यीशु मसीह प्रेरित पत्रोस से सवाल करते कि हे पत्रोस क्या इनसे भी अधिक तुमसे क्या प्रेम करते हैं? രണ്ടാമത് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? और दूसरा ये सवाल करते कि यूहन्ना के पुत्र शिमोन क्या तुम मुझसे प्रेम करते हो? മൂന്നാമത് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? और तीसरी बार ये सवाल करते यूहन्ना के पुत्र शिमोन क्या तुम मुझसे प्रेम करते हो? പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പത്രോസ് ആദ്യം പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. സ്തോത്രം. और हे मेरे प्रियो, हम अपने आप को परखेंगे. प्रेरित पत्रोस ने सबसे प्रारंभ में जवाब दिया, प्रभु मैं आपको प्रिय रखता हूं. രണ്ടാമതും പറഞ്ഞു എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. और दोबारा ही उन्होंने ये बात फिर से बोला, प्रभु मुझे आपसे प्रिय है. മൂന്നാമത്തെ കർത്താവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പത്രോസ് ഒരുപക്ഷെ തോറ്റുപോയി. ഹല്ലേലൂയ. और तीसरा जब प्रभु यीशु मसीह ने तीसरी बार जब उनसे सवाल किया तो शायद वो सवाल के सामने वो थोड़ा हार चुके थे. പത്രോസ് യേശു കർത്താവിന്റെ മുമ്പിൽ തന്നെത്താൻ സറണ്ടർ ചെയ്തു. സ്തോത്രം. और प्रेरित पत्रोस प्रभु यीशु मसीह की उपस्थिति में उनके सामने अपने आप को नम्र कर दिया. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ സകലതും അറിയുന്നു. और प्रेरित पत्रोस ये बताते, प्रभु आप तो सब कुछ जानते हैं. പ്രിയ ദൈവമക്കളെ, ഈ രാത്രി കർത്താവ് എന്നോടും നിങ്ങളോടും ചോദിച്ചാൽ, और हे मेरे प्रियो, आज रात प्रभु यीशु मसीह मुझसे और आपसे सवाल करेंगे, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചാൽ, क्या आपको आप मेरे लिए क्या प्रिय नहीं तो मैं क्या आपके लिए प्रिय है? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് രണ്ടാമതും ചോദിച്ചാൽ, और दोबारा प्रभु आपसे सवाल करे, क्या मैं आपके लिए प्रिय हूँ? പത്രോസ് പറഞ്ഞതുപോലെ കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറയുവാൻ പ്രാഗൽഭ്യമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്?
और जिस ഹല്ലേലൂയ, प्रकार സ്തോത്രം. प्रेरित पत्रोस ने यीशु मसीह को ये जवाब दिया कि प्रभु आप तो मेरे लिए प्रिय है, उस प्रकार की एक हिम्मत हम में से कितने लोगों को है कि हम प्रभु यीशु मसीह को बोल पाए, खुदा आप मेरे लिए प्रिय ഇനി हैं। അഥവാ നമുക്ക് അങ്ങനെ പ്രിയമില്ലെങ്കിൽ പത്രോസ് പറഞ്ഞതുപോലെ ഈ രാത്രി നമുക്ക് സമർപ്പിക്കാം. और उस കർത്താവേ, प्रकार हम परमेश्वर के लिए, हमारे लिए परमेश्वर प्रिय नहीं है तो आज रात वो समर्पण की रात है। കർത്താവേ, നീ അറിയുന്നു, प्रभु आप जानते നീ हैं, എന്റെ അവസ്ഥ അറിയുന്നു, आप मेरी हालात को, നീ मेरी എന്റെ अवस्था को നീ जानते എന്റെ हैं, സകലതും അറിയുന്നു. आप സ്തോത്രം. मेरी संपूर्ण रीति से मुझे परखने वाले और जानने वाला ഞാൻ परमेश्वर നിന്നെ हैं। വിട്ടുപോയത് നീ അറിയുന്നു. और मैं कुछ समय के लिए आपसे अलग हुआ था, आपसे जो दूरी रखा था वो आप जानते ഞാൻ हैं, നിന്റെ വാക്കിന് മുമ്പിൽ ഇറങ്ങി വന്നത് ഞാൻ അറിയുന്നു. और സ്തോത്രം. आपके वाणी के सामने में जो उतर कर आए तो वो आप जानते हैं അങ്ങനെ प्रभु। പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച സകല വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ പറയാൻ, കർത്താവേ, എന്റെ ജീവിതത്തെ നീ അറിയുന്നു. और उस സ്തോത്രം. प्रकार जो है प्रेरित पत्रोस के जीवन में घटित हुआ तमाम बातों को वो खुदा जानते हैं, इस वजह से वो आखिरी में बोलते हैं, प्रभु आप मेरे जीवन को संपूर्ण रीति से जानते हैं। അതുകൊണ്ട് നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. और സ്തോത്രം. इसलिए हम अपने आप को परमेश्वर के हाथों में കർത്താവേ, समर्पित എന്നെ करेंगे। നീ അറിയുന്നു. സ്തോത്രം. खुदा आप मुझे जानते हैं, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ നീ അറിയുന്നു. और मुझे जो आपकी तरफ जो प्रेम है എനിക്ക് वो നിന്നോടുള്ള आप जानते हैं, വിശ്വാസത്തെ നീ അറിയുന്നു. और आपकी तरफ जो विश्वास है वो आप जानते എന്റെ हैं, സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ നീ അറിയുന്നു. और मेरा भाइयों की तरफ जो मेरी व्यवहार, मेरी प्रेम को എന്റെ आप जानते हैं, കൂട്ടുവിശ്വാസികളോടുള്ള സ്നേഹത്തെ നീ അറിയുന്നു. और मेरे विश्वासी गणों के साथ जो मेरी प्रेम को आप जानते എനിക്ക് हैं। എന്നോടുള്ള സ്നേഹത്തെ നീ അറിയുന്നു കർത്താവേ. प्रभु, मैं ഹല്ലേലൂയ. अपने आप से जितना प्रेम करता हूं वो भी आप जानते हैं। എല്ലാറ്റിലും ഉപരി സഹോദര സ്നേഹമുള്ളവരായി, ദൈവ സ്നേഹമുള്ളവരായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഈ രാത്രി സഹായിക്കുമാറാകട്ടെ. और इन तमाम बातों से भी बढ़कर जो है हम भाईचारा रखते हुए, पवित्र आत्मा से भरपूर होते हुए, एक दूसरे को प्रेम की भावना से देखने की उस नजरिए को रखने के लिए पवित्र आत्मा हमें मदद कर पाए। ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ ഒന്നോർക്കെ പറഞ്ഞു. और इस प्रकार बता दें कि जो है विश्वास और आशा और प्रेम ये हमेशा स्थिरताई है, ഇവയിൽ വലിയതോ ഇവയിൽ വലിയതോ और इससे बढ़कर क्या प्रेम है। നമുക്ക് പരസ്പരം സ്നേഹത്തോടെ മുന്നേറാം. എല്ലാവരും ഉപരി കർത്താവിനോടുള്ള അഗാധമായ സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം. യുവജനങ്ങളാൽ ദൈവം സഹായിക്കുമാറാകട്ടെ. और इसके लिए हम एक दूसरे के साथ उस प्रेम की मनोभावना में परमेश्वर की प्रेम में हम आगे बढ़े। इन वचनों के द्वारा प्रभु हमें आशीष